നീ ഇങ്ങനെ ഒന്നും മിണ്ടാത്ത നിന്റെ ഈ മാന്ത്രിക മുടി കൊണ്ട് എന്റെ മുറിവേറ്റ കൈ ഇങ്ങനെ ചുറ്റുന്നത് കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ. ഞാൻ പേടിച്ചൊന്നുമില്ല, എൻ്റെ അമ്മ നീ പേടിച്ചോ? എനിക്ക് നിന്റെ മുടിയെ കുറിച്ചൊരു കൗതുകം തോന്നി, അത്ര തന്നെ. അത് തുണയുടെ കാലത്രേ. നീ ആ കോട്ട വിട്ട് പുറത്തിറങ്ങിയിട്ടേ ഇല്ല, എന്നിട്ടും അങ്ങോട്ട് തന്നെ പോവാനാണ് ഭാവം. അതെ, പാവം മനാഥനായ യൂജീൻ ഹിറ്റ്സർബർട്ടിന്റെ കഷ്ടപ്പാടിന്റെ കഥ പറഞ്ഞ് ഞാൻ നിന്നെ വെറുതെ പോരടിപ്പിക്കുന്നില്ല. അത് അത്ര നല്ല കഥയൊന്നുമല്ല. പണ്ടൊരു പുസ്തകം ഉണ്ടായിരുന്നു, അനാഥാലയത്തിലെ കുട്ടികൾക്ക് ഞാൻ എന്നും വായിച്ചു കൊടുക്കാറുള്ള പുസ്തകം. ഫ്ലിനിഗൻ റൈഡറുടെ കഥകൾ. അസാമാന്യ ധൈര്യശാലി, ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ. പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് ചെറിയ പേരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇയാൾ അത് ആരോടും അങ്ങനെ പറഞ്ഞെടുക്കാറില്ല. അല്ല, സത്യത്തിൽ പുള്ളിയുടെ കയ്യിൽ ഈ ലോകം മുഴുവനും ചുറ്റിയാലും തീരാത്ത അത്ര പണം ഉണ്ടായിരുന്നു. ഒന്നുമല്ലാത്തൊരു കൊച്ചു പയ്യനെന്ന നിലയിൽ എനിക്കറിയില്ലായിരുന്നു ഇതാണ് ഏറ്റവും നല്ല വഴിയെന്ന് തോന്നി. പക്ഷെ ഇതൊന്നും നീ ആരോടും പോയി പറഞ്ഞു കൊടുക്കാനൊന്നും നിൽക്കല്ലേ. ആരെങ്കിലും പറഞ്ഞ എൻ്റെ ഇമേജ് തന്നെ പോകും. പിന്നല്ല, അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ പേര് പോയാലെല്ലാം തീർന്നില്ലേ. എന്നാ പിന്നെ ഞാൻ പോയി കുറച്ച് വിറക് പെറുക്കിയിട്ട് വരാം. എങ്കിൽ അങ്ങനെ പറയുന്ന ആദ്യത്തെ ആള് താനായിരിക്കും. എന്തായാലും നന്ദി.